നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ട് എത്തുമെന്നറിഞ്ഞ് MLA ഓഫീസ് ഉപരോധിച്ച BJP പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഓഫീസ് പോലീസ് കാവലിൽ. മഹിളാ മോർച്ച സംസ്ഥാന ശില്പശാലയ്ക്ക് ഷൊർണൂർ കൊളപ്പുള്ളിയിൽ തുടക്കം. ശില്പശാല സംഘടനാ പ്രവർത്തനം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ. കലുങ്ക് സംവാദം വക്രീകരിക്കാൻ ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്ന ആരോപണവുമായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. 10 കോടി രൂപ ചെലവിൽ ഒറ്റപ്പാലം സർക്കാർ ഭദ്രവിദ്യാലയത്തിൽ ഇൻഡോർ സ്റ്റേഡിയം നിർമ്മിക്കുമെന്ന് K. പ്രേംകുമാർ MLA. സ്പെഷ്യൽ വിദ്യാലയങ്ങളെ ഉയർച്ചയിലേക്ക് നയിക്കേണ്ടത് സമൂഹത്തിന്റെ ബാധ്യത. പാലക്കാട് റവന്യൂ ജില്ലാ സ്പെഷ്യൽ സ്കൂൾ കലോത്സവം പത്തിരിപ്പാലയിൽ. അധ്യാപകർക്ക് കേട്ടേറ്റ് നിർബന്ധമാക്കിയ സുപ്രീം കോടതി ഉത്തരവിനെ തുടർന്നുണ്ടായ പ്രതിസന്ധി മറികടക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന് KSTA. പാലക്കാട് DEO ഓഫീസിലേക്ക് അധ്യാപകരുടെ മാർച്ചും ധർണയും. കേരളത്തിനെതിരെ സാമ്പത്തിക ഉപരോധം തുടരുന്ന കേന്ദ്ര സർക്കാർ വിദ്യാഭ്യാസ മേഖല വരുതിയിലാക്കാനുള്ള ശ്രമത്തിലാണെന്ന് KSTA നേതാവ് MR മഹേഷ് കുമാർ. വാർത്തകൾ വിശദമായി. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ട് എത്തുമെന്നറിഞ്ഞ് MLA ഓഫീസ് ഉപരോധിച്ച BJP പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. വിവാദങ്ങളിൽപ്പെട്ട് 1 മാസത്തിലേറെയായി മണ്ഡലത്തിലില്ലാതിരുന്ന രാഹുൽ ശനിയാഴ്ച പാലക്കാട്ടെത്തുമെന്ന ധാരണയിലായിരുന്നു BJPയുടെ MLA ഓഫീസ് ഉപരോധം. പ്ലക്കാർഡും ബാനറുമേന്തി MLA രാജിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു BJP ഉപരോധം. MLA എന്ന നിലയിൽ ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുക്കാൻ രാഹുൽ മാങ്കൂട്ടത്തെ അനുവദിക്കില്ലെന്ന് BJP ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ പറഞ്ഞു. നമ്മൾ നമ്മുടെ ആവശ്യങ്ങളൊന്നും പാർട്ടി ചെയ്തപ്പോൾ ഒരു ഇഞ്ച് പോലും മുന്നോട്ടില്ല. പാലക്കാടിൻ്റെ MLA എന്ന തരത്തിൽ പാലക്കാട് ഒരു പരിപാടിയിൽ പങ്കെടുപ്പിക്കാറില്ല. ശക്തമായ പ്രതിഷേധം BJPയുടെ ഭാഗത്തുനിന്നുണ്ടാവും. ഇന്ന് നമ്മുടെ അറസ്റ്റ് ചെയ്ത മുഴുവൻ പ്രവർത്തകരെയും വിട്ടയച്ചിട്ടുണ്ട്. സമാധാനപരമായ പ്രതിഷേധത്തിന് നേരെയാണ് പോലീസ് ഇത്തരത്തിൽ അറസ്റ്റ് നീക്കിയിട്ടുള്ളത്. പുറത്തുവന്ന ശബ്ദരേഖ തന്റേതല്ലെന്ന് പറയാൻ രാഹുൽ തയ്യാറാവാത്തത് വിവാദങ്ങൾ യാഥാർത്ഥ്യമായതുകൊണ്ടാണെന്ന് കൗൺസിലർ മിനി കൃഷ്ണകുമാർ പറഞ്ഞു. വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരുടെ MLA ഓഫീസ് ഉപരോധം ഏറെ നേരം നീണ്ടതോടെ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. MLA ഓഫീസിന് നേരെയുള്ള പ്രതിഷേധം തുടരാൻ സാധ്യതയുള്ളതിനാൽ ഓഫീസിന് പോലീസ് കാവൽ ശക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കലുങ്ക് സംവാദം വക്രീകരിക്കാൻ ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. അത് സ്വാഗതാർഹമല്ല. കരുവന്നൂരിൽ ED സ്വത്ത് കണ്ടുകെട്ടിയ കാര്യം നേരത്തെ പറഞ്ഞതാണെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. കരുവന്നൂരിലെ നിക്ഷേപകരുടെ പണം ബാങ്ക് വഴി മാത്രമേ നൽകാൻ കഴിയൂ. പ്രധാനമന്ത്രി കുന്നംകുളത്ത് വന്നപ്പോൾ ഇക്കാര്യം പറഞ്ഞതാണ്. ആനന്ദവല്ലി ചേച്ചി വന്ന എന്റെ നെഞ്ഞത്ത് കയറിയിട്ട കാര്യമില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു. സഹകരണ വകുപ്പ് മന്ത്രിയാണ് തീരുമാനമെടുക്കേണ്ടത്. കലുങ്ക് സംവാദം വക്രീകരിക്കാനുള്ള ത്വര പലർക്കുമുണ്ട്. അതാണിപ്പോൾ നടക്കുന്നതെന്നും അത് സ്വാഗതാർഹമല്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു. മുഷ്ടിയുടെ ശക്തിയല്ല, വിരലിന്റെ ശക്തി ഉപയോഗിക്കും. എല്ലായിടത്തും ഈ തരത്തിൽ തന്നെയാണ് തുടങ്ങുന്നത്. പക്ഷെ കരുതി കുട്ടി ചില ആൾക്കാരെയൊക്കെ കൊണ്ടുവന്ന് നിർത്തി ഇതങ്ങ് വക്രീകരിക്കാനുള്ള ശ്രമമൊക്കെ നടത്തുന്നുണ്ട്. അത് സ്വാഗതാർഹമല്ല. പക്ഷെ അതിന്റെ തെറ്റും അപകടം എന്താണെന്ന് അവർ അതിനെക്കുറിച്ച് അറിഞ്ഞു. നമുക്ക് നല്ല കാര്യങ്ങൾ നടക്കുന്നതിന് വേണ്ടി വളരെ ഞാനിപ്പോൾ സംസാരിക്കുന്ന രീതിയില്ല, ഇതിൽ തന്നെ തുടർന്നു പോകാനായ ആ രീതിയിൽ നിങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞ് അതിനുള്ള പരിഹാരമാകുന്നു. ഇപ്പൊ കരുവന്നൂർ ഞാനിപ്പോഴും വെല്ലുവിളിക്കുന്നു. ED വ്യക്തമായി PMLA കോടതിയിൽ ഓർമ്മ ശരിയാണെങ്കിൽ ഏതാണ്ട് 7 മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്, ഞങ്ങൾ 100 ചില്ലാനം കോടി സ്വത്തുക്കൾ കണ്ടുകെട്ടിയിട്ടുണ്ട്. ഇത് പക്ഷേ ബാങ്കിന് മാത്രമേ ഇത് വിൽക്കാനും ഇതിന്റെ പണം കൊണ്ടുവരാനും അത് ബാങ്കിന്റെ രജിസ്റ്ററിലുള്ള ഇവിടെ പൈസ തന്നിരിക്കുന്ന പാവങ്ങൾക്ക് തിരിച്ചു കൊടുക്കാനും ബാങ്കിനെ സാധിക്കും, EDക്കോ പ്രധാനമന്ത്രിക്കോ സാധിക്കും. പ്രധാനമന്ത്രി 2024 കുന്നംകുളത്ത് വന്നപ്പോൾ സംസാരിച്ചത് ഇത് തന്നെയാണ്.
ED വഴി ഞങ്ങൾ കരുവന്നൂർ പോലെയുള്ള ബാങ്കുകളിൽ നിന്ന് അഴിമതിക്കാരിൽ നിന്ന് പിടിച്ചെടുത്ത പണം തിരിച്ച് പാവങ്ങൾക്ക് കിട്ടിയിരിക്കും, അത് ഞങ്ങൾ തന്നിരിക്കും എന്ന് പ്രധാനമന്ത്രി പറഞ്ഞെങ്കിൽ അവിടെയാണ് ഈ 56 102 ഇഞ്ചൊക്കെ വെളിവാകും. പക്ഷെ നിയമസംവിധാനം ഈ ബാങ്ക് ആ തുക സ്വീകരിക്കണം, അല്ലെങ്കിൽ കണ്ടുകെട്ടി ED ഏൽപ്പിക്കാൻ ഡെപ്പോസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് PMLA കോടതി പറഞ്ഞിട്ടുണ്ട്. കോടതി അതിനെ ചോദ്യം ചോദിച്ചത് ഇതുവരെ ആ കോഓപ്പറേറ്റീവ് ബാങ്കോ അല്ലെങ്കിൽ മറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കുകളോ അതിന് നടപടി എടുത്തിട്ടില്ല. അത് പിന്നെ നിങ്ങളുടെ ജീവിത സമരമാണ്. ആനന്ദവല്ലി ചേച്ചി പറഞ്ഞ എന്റെ ബന്ധത്തോട്ട് കയറിയിട്ട കാര്യമില്ല. ഞാൻ വ്യക്തമായിട്ട് മറുപടി പറഞ്ഞു. നിങ്ങളുടെ മുഖ്യമന്ത്രി വഴി കോഓപ്പറേറ്റീവ് കാര്യങ്ങൾ സഹകരണ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന അതാണ് പറഞ്ഞതിന്റെ സംക്ഷിപ്തമാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മഹിളാ മോർച്ച സംസ്ഥാന ശില്പശാല കുളപ്പുള്ളിയിൽ ആരംഭിച്ചു. ഗസീബോ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ശില്പശാല BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മാറി മാറി ഭരണത്തിന് നേതൃത്വം നൽകിയിട്ടുണ്ട്. എത്രയോ വർഷങ്ങൾ കഴിഞ്ഞ് ഇന്നും കേരളത്തിൻ്റെ നിയമസഭ കൂടുന്ന സമയത്ത് നമ്മൾ കാണാം, എവിടെയെങ്കിലും അല്പം ചില സ്ഥലങ്ങളിൽ മാത്രം ചില കസേരകളിൽ മാത്രം ഇന്നും സ്ത്രീകൾ, അത് മാർക്സിസ്റ്റ് ആകട്ടെ കോൺഗ്രസ് പ്രസ്ഥാനമാകട്ടെ, ഭരിക്കാൻ അവർക്ക് അവരുടെ മുഖ്യമന്ത്രിയെ കിട്ടിയ സമയത്ത് പോലും കേരളത്തിൻ്റെ നിയമസഭയ്ക്കകത്ത് ഉന്നതമായിട്ടുള്ള പ്രവൃത്തിയിലാണല്ലോ ഔന്നത്യം, ഉന്നതമായിട്ടുള്ള പ്രവൃത്തി ചെയ്യാനുള്ള വേദികളിൽ മന്ത്രിമാരായി സ്ത്രീകളെ കാണുന്നില്ല എന്നുള്ളത് വളരെയധികം വേദനാജനകമാണ്. മഹിളാ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് നവ്യ ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. MT രമേശ്, അനൂപ് ആന്റണി, P വേണുഗോപാൽ, സിനി മനോജ് തുടങ്ങിയവർ പ്രസംഗിച്ചു. സംഘടനാ പ്രവർത്തനം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ശില്പശാല. 10 കോടി രൂപ ചിലവിൽ ഒറ്റപ്പാലം ഡഫ് സ്കൂളിൽ ഇൻഡോർ സ്റ്റേഡിയം സ്ഥാപിക്കുമെന്ന് അഡ്വക്കേറ്റ് പ്രേംകുമാർ MLA. സ്പെഷ്യൽ വിദ്യാലയങ്ങളെ ഉയർത്തേണ്ടത് സമൂഹത്തിന്റെ കടമയാണെന്നും MLA പറഞ്ഞു. പാലക്കാട് റവന്യൂ ജില്ലാ സ്പെഷ്യൽ സ്കൂൾ കലോത്സവം പത്തിരിപ്പാലയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും ഒന്നാം സ്ഥാനം കിട്ടണമെന്നില്ല. എല്ലാവരും പങ്കെടുക്കുന്നതുകൊണ്ടാണ് കുറച്ച് പേർക്ക് ഒന്നാം സ്ഥാനം കിട്ടുന്നത്. അപ്പൊ പങ്കെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ കുട്ടികളെല്ലാം പങ്കെടുക്കുമ്പോഴാണ് അതൊരു ഉത്സവമായിട്ട് മാറുക, അല്ലെങ്കിൽ അതൊരു മത്സരമായിട്ടാണ് മാറുക. ഇവിടെ ഉത്സവമാണ്, മത്സരമാണ്. വിജയികളുണ്ട്, സ്വാഭാവികമായും വിജയം ആ നിലയിൽ കൈവരിക്കാൻ കഴിയാത്തവരുണ്ട്. ആരും നിരാശപ്പെടേണ്ടതില്ല. നന്നായി നല്ല പെർഫോമൻസ് നടത്തി നമ്മുടെ കുട്ടികൾക്ക് ജില്ലയിലെ ഇത്തരത്തിലുള്ള ഒരു ഭിന്നശേഷി കലാമേളയിൽ അവരുടെ കഴിവ്, മികവ് നന്നായി അവതരിപ്പിക്കാനും അത് നല്ല നിലയിൽ പ്രോത്സാഹിപ്പിക്കപ്പെടാനും ഒക്കെ ഈ കലോത്സവം അതിന് അവർക്ക് വേദിയാകട്ടെ, അവസരമാകട്ടെ എന്നുകൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. ജില്ല കഴിഞ്ഞാൽ പിന്നെ സംസ്ഥാനമുണ്ട്. സംസ്ഥാനത്തിൽ നമ്മുടെ പാലക്കാട് ജില്ലയ്ക്ക് സംസ്ഥാന തലത്തിൽ നല്ല മികവ് പുലർത്തി നല്ല പോയിന്റ് വാങ്ങി നമ്മുടെ മക്കൾക്ക് ജില്ലയുടെ അഭിമാനമായി മാറാൻ കൂടി കഴിയട്ടെ എന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷത വഹിച്ചു. ലക്കിടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ്, വൈസ് പ്രസിഡന്റ് A നസറിൻ, AEO അബ്ദുൽ ഖാദർ, മൗണ്ട് സീന സെക്രട്ടറി KP അബ്ദുൾ റഹ്മാൻ, V ഷാജഹാൻ, സിദ്ദിഖ് പുളിക്കൽ, അഡ്വക്കേറ്റ് ബോബി ബാസ്റ്റ്യൻ, രാജലക്ഷ്മി, M പ്രമീള, അബ്ദുൾ സലാം, ഷംസുദ്ദീൻ പത്തിരിപ്പാല, പ്രിൻസിപ്പൽ ഡോക്ടർ KS വിനോദ്, ഡോക്ടർ AP മുഹമ്മദ് ഇസ്മായിൽ എന്നിവർ സംസാരിച്ചു. DDE സലീന BV സ്വാഗതവും സ്പെഷ്യൽ സ്കൂൾ പ്രിൻസിപ്പാൾ ബെക്സി M വർഗീസ് നന്ദിയും പറഞ്ഞു. 3 സ്പെഷ്യൽ സ്കൂൾ, 27 ബഡ് സ്കൂളുകളിൽ നിന്നുമായി 350-ലേറെ വിദ്യാർത്ഥികൾ പങ്കെടുത്തു. 4 സ്റ്റേജുകളിലായി 9 ഇനങ്ങളാണ് വേദിയിൽ നടക്കുക. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മുഴുവൻ അധ്യാപകർക്കും കേട്ടറ്റ് നിർബന്ധമാക്കിയ സുപ്രീം കോടതി വിധിയെ തുടർന്നുണ്ടായ പ്രതിസന്ധി മറികടക്കാൻ കേന്ദ്ര സർക്കാർ നിയമനിർമ്മാണം നടത്തണമെന്ന് KSTA. ഇതുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSTA പാലക്കാട് DEO ഓഫീസ് മാർച്ചും ധർണയും നടത്തി. സംസ്ഥാനത്തിനെതിരെ സാമ്പത്തിക ഉപരോധം തുടരുന്ന കേന്ദ്ര സർക്കാർ വിദ്യാഭ്യാസ മേഖല വരുതിയിലാക്കാനുള്ള ശ്രമത്തിലാണെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത KSTA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം MR മഹേഷ് കുമാർ പറഞ്ഞു. കേന്ദ്രത്തിന്റെ മതാധിഷ്ഠിത വിദ്യാഭ്യാസത്തിനെതിരായി മതേതര വിദ്യാഭ്യാസം നടപ്പിലാക്കുന്നതാണ് കേരളം കേന്ദ്രത്തിന്റെ കണ്ണിലെ കരടാകാൻ കാരണമെന്നും MR മഹേഷ് കുമാർ പറഞ്ഞു. വിഭജനം കാട്ടിക്കൊണ്ടിരിക്കുക. എന്തൊക്കെയാണ് വിഭജനം? അതിലൊന്ന് സാമ്പത്തിക വിഭജനമാണ്.
കേരളത്തിലെ രണ്ടാമതും ഇടതുപക്ഷ ഭരണം അധികാരത്തിൽ വന്നത് ഒട്ടും ഇഷ്ടമില്ലാതെയാണ് രാജ്യം ഭരിക്കുന്ന സംഘപരിവാറിന് നേതൃത്വമുള്ള RSSന്റെ നിയന്ത്രണത്തിലുള്ള മോദി ഗവൺമെന്റ് ചിന്തിക്കുന്നത്. കേരളത്തിന്റെ മികവിന്റെ അടിസ്ഥാനം വിദ്യാഭ്യാസ രംഗത്തെ വലിയ ഉന്നതിയാണ്. 56 EMS ഗവൺമെന്റ് മുതൽ വിദ്യാഭ്യാസ രംഗത്ത് നടപ്പിലാക്കിയ അത്യുന്നതമായ പരിഷ്കരണങ്ങളുടെ ഏറ്റവും മികച്ച നിലയിലെത്തിയിരിക്കുകയാണ് കഴിഞ്ഞ 2 ടേമിൽ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം. അധ്യാപകരെ തൊഴിൽ രഹിതരാക്കുന്ന കേട്ടറ്റ് വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടുക, ആധാർ രേഖയുള്ള മുഴുവൻ കുട്ടികളെയും സ്റ്റാഫ് ഫിക്സേഷൻ്റെ കണക്കിലെടുക്കുക, അധ്യാപക സംരക്ഷണം ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് KSTA DO ഓഫീസിലേക്ക് മാർച്ചും തുടർന്ന് ധർണയും നടത്തിയത്. KSTA സബ് ജില്ലാ പ്രസിഡന്റ് KR ബിന്ദു അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഗംഗാധരൻ, MR ശിവപ്രസാദ്, സെന്തിൽകുമാർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പറളിയിൽ 3 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് യാത്രക്കാർക്ക് പരിക്ക്. പാലക്കാട് കുളപ്പള്ളി സംസ്ഥാന പാതയിൽ പറളി ചെക്ക് പോസ്റ്റിൽ വെള്ളിയാഴ്ച രാത്രിയായിരുന്നു അപകടം. ലോറി, ഓട്ടോറിക്ഷ, സ്കൂട്ടർ എന്നിവയാണ് അപകടത്തിൽപ്പെട്ടത്. ഗുരുതരമായി പരിക്കേറ്റ സ്കൂട്ടർ യാത്രക്കാരിയെയും ഓട്ടോ ഡ്രൈവറെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടിയുടെ ആഘാതത്തിൽ വാഹനത്തിനുള്ളിൽ കുടുങ്ങിക്കിടന്നവരെ നാട്ടുകാരും ക്രിട്ടിക്കൽ കെയർ പ്രവർത്തകരും ചേർന്നാണ് പുറത്തെടുത്തത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഷൊർണൂരിൽ ഭാരതപ്പുഴ പുനരുജ്ജീവനവും സൗന്ദര്യവൽക്കരണവും പദ്ധതി പ്രവൃത്തികൾക്ക് തുടക്കമായി. ഷൊർണൂർ നഗരസഭയുടെ പ്രധാന പ്രൊജക്ടുകളിലൊന്നാണ് ഇത്. 20 കോടി രൂപയുടെ പദ്ധതിയാണ് ഇത്. പദ്ധതി പൂർത്തീകരിക്കാൻ എല്ലാവരുടെയും സഹകരണം ആവശ്യമാണെന്ന് നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് പറഞ്ഞു. ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിലെ 2024-25 സ്പെഷ്യൽ അസിസ്റ്റൻസ് ഫണ്ട് പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി തയ്യാറാക്കിയിട്ടുള്ള നിള റിവർ ഫ്രണ്ട് ഡെവലപ്മെന്റ് പ്രോജക്റ്റിലെ ഭാരതപ്പുഴയുടെ പുനരുജ്ജീവനവും സൗന്ദര്യവൽക്കരണവുമാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. മൈനർ ഇറിഗേഷനാണ് നിർവഹണ ഏജൻസി. പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 11 മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചിരുന്നു. ഇതുപ്രകാരം ഷൊർണൂർ ഭാരതപ്പുഴയിൽ പദ്ധതിയുടെ പ്രവൃത്തികൾ ആരംഭിച്ചു. ആകെ 20 കോടി രൂപയാണ് പദ്ധതിക്കായി വരുന്നത്. ആദ്യഘട്ട പ്രവൃത്തികൾക്ക് 5 കോടി രൂപ ഇതിനകം അനുവദിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ പ്രവൃത്തികൾ ആരംഭിക്കുന്നത് വിലയിരുത്താനായി ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശും അധികൃതരും സ്ഥലം സന്ദർശിച്ചിരുന്നു. മഴ മാറിയെന്നാൽ പദ്ധതി വേഗത്തിൽ പൂർത്തിയാക്കാനാണ് ശ്രമം. എല്ലാവരുടെയും സഹകരണം ആവശ്യമാണെന്ന് നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് STVയോട് പറഞ്ഞു. ഏതാണ്ട് ഒരു 2 മാസത്തോടു കൂടി നല്ലൊരു ഘട്ടം പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മഴ ഉപദ്രവിച്ചില്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ആ പ്രവൃത്തി പൂർത്തീകരിക്കാനായിട്ടുള്ള സംവിധാനം ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മളെ സംബന്ധിച്ച്, ഷൊർണൂരുകാരെ സംബന്ധിച്ച് ഒരു നല്ല അച്ചീവ്മെന്റ് കൂടിയാണ് ഭാരതപ്പുഴ റിജുവനേഷൻ ബ്യൂട്ടിഫിക്കേഷൻ പ്രോജക്റ്റ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എല്ലാ സഹകരണവും ഉണ്ടാകണം. ഷൊർണൂർ നഗരസഭയുടെ സുപ്രധാനമായ ഒരു പ്രൊജക്റ്റാണ് ഭാരതപ്പുഴ പുനരുജ്ജീവനവും സൗന്ദര്യവൽക്കരണവും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ചെറുതുരുത്തി കലാമണ്ഡലത്തിൽ പട്ടിക്കാംതൊടി രാവുണ്ണിമേനോൻ അനുസ്മരണവും ഗുരുസ്മരണ ദിനാചരണവും നടന്നു. രാവിലെ പുഷ്പാർച്ചനയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. കലാമണ്ഡലം MPS നമ്പൂതിരി അനുസ്മരണ പ്രഭാഷണം നടത്തി. കലാമണ്ഡലം കൂത്തമ്പലത്തിലായിരുന്നു അനുസ്മരണ പരിപാടി. കലാമണ്ഡലം MPS നമ്പൂതിരി അനുസ്മരണ പ്രഭാഷണം നടത്തി. കളി എന്നുള്ള ആ ഒരു കലയിലേക്ക് നാട്യശാസ്ത്രത്തിൻ്റെ ഒരു തരത്തിലുള്ള പ്രാണവായു കടന്നു വരുന്നത് രാവുണ്ണിമേശാനിൽ കൂടിയാണ് എന്നുള്ള ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള ഒരു വിഷയമാണ് ഞാനിവിടെ അത് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കളരിയെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ കവടിഭാഷയെക്കുറിച്ച്, കഥകളി എന്ന നൃത്യകലയിലേക്ക് ഭരതമുനിയുടെ നാട്യശാസ്ത്ര സംസ്കാരത്തിൻ്റെ പ്രാണവായു സന്നിവേശിപ്പിച്ചതായിരുന്നു അദ്ദേഹത്തിൻ്റെ മഹത്തായ നേട്ടം. ആകാശ് വേണുഗോപാൽ ആമുഖ പ്രസംഗം നടത്തി. തുടർന്ന് സുഭദ്രാഹരണം കഥകളി അരങ്ങേറി. ശ്രീകൃഷ്ണനായി കലാമണ്ഡലം അരുൺ വാര്യർ, രുക്മിണിയായി നന്ദിത, സത്യഭാമയായി റിയ, അർജുനനായി കലാമണ്ഡലം മുകുന്ദൻ, സുഭദ്രയായി CR ഗോകുൽ, ഇന്ദ്രനായി അഭിജിത്ത്, ബ്രാഹ്മണരായി സൂര്യകിരൺ, യതീന്ദ്രൻ, ഭരതൻ, ഹരികൃഷ്ണൻ, ബലഭദ്രനായി കലാമണ്ഡലം സുദീപ്, ശ്രീകൃഷ്ണൻ രണ്ടാമനായി കലാമണ്ഡലം വിവേക് എന്നിവർ അരങ്ങിലെത്തി.
ദിനാചരണത്തിന് പ്രൊഫസർ കലാമണ്ഡലം MPS നമ്പൂതിരി, കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ BK അനന്തകൃഷ്ണൻ, രജിസ്ട്രാർ ഡോക്ടർ P രാജേഷ് കുമാർ, അക്കാഡമിക് കോർഡിനേറ്റർ കലാമണ്ഡലം ഹരിനാരായണൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കോട്ടായിയിൽ കളിയങ്കണം പദ്ധതി പ്രകാരം സ്പോർട്സ് കിറ്റ് വിതരണം നടത്തി. ചമ്പ്രക്കുളം AUP സ്കൂളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് A സതീഷ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. സമഗ്ര ശിക്ഷ കേരള സ്റ്റാർസ് 2024-2025 പദ്ധതിയുടെ ഭാഗമായി പ്രീ പ്രൈമറി ക്ലാസുകളിലെ കുട്ടികളുടെ ശാരീരിക മാനസിക വികാസത്തിനു വേണ്ടി ആവിഷ്കരിച്ച പദ്ധതിയാണ് കളിയങ്കണം. പദ്ധതിയുടെ സ്പോർട്സ് കിറ്റ് വിതരണം ചമ്പ്രക്കുളം AUP സ്കൂളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് A സതീഷ് നിർവഹിച്ചു. PTA പ്രസിഡന്റ് മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. കുഴൽമന്ദം BRC പ്രതിനിധി K നിഷാന പദ്ധതി വിശദീകരിച്ചു. V സുനിത, MP ബീന, S സജ്ന, P ഷനൂജ, M ഇന്ദു, S അശ്വതി, MC രാഹുൽ, P മീര എന്നിവർ സംസാരിച്ചു. പ്രധാനാധ്യാപകൻ MM വിജയകൃഷ്ണൻ സ്വാഗതവും M ഹിബത്തുള്ള നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പാലപ്പുറം ചിനക്കത്തൂർ ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവം 22 മുതൽ ഒക്ടോബർ 2 വരെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ ഒറ്റപ്പാലത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചിനക്കത്തൂർ നവരാത്രി ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നവരാത്രി ആഘോഷവും പുരസ്കാര സമർപ്പണവും നടക്കുക. ചിനക്കത്തൂർ നവരാത്രി പുരസ്കാരത്തിന് കളപ്പാട്ട് കലാകാരൻ കല്ലാട്ട് സജിക്കുറുപ്പ് അർഹനായെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ 27 വർഷമായി കളമ്പാട്ട് കലാകാരനാണ്. 10,111 രൂപയും അവാർഡുമാണ് സമ്മാനം. നവരാത്രി മഹോത്സവ പരിപാടികൾ നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ P കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്യും. നൃത്തനൃത്യങ്ങൾ സ്റ്റാർ സിംഗർ സീസൺ 9 ഫെയിം ഭവിൻ ആൻഡ് സിയാദ് എന്നിവരുടെ നേതൃത്വത്തിൽ ഡിവോഷണൽ നൈറ്റ് തുടങ്ങി വിവിധ കലാപരിപാടികൾ നടക്കും. 22 മുതൽ ഒക്ടോബർ 2 വരെ വിവിധ പരിപാടികൾ ഉണ്ടാകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. പാലപ്പുറം ശ്രീ ചിനക്കത്തൂർ ഭഗവതി ക്ഷേത്രത്തിലെ 2025 നവരാത്രി മഹോത്സവത്തിൻ്റെ ആരംഭം സെപ്റ്റംബർ 22 തൊട്ട് ഒക്ടോബർ 2 വരെ നടക്കുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ കൂടുതൽ സെലക്റ്റീവായിട്ട് തന്നെ, അതായത് ക്വാളിറ്റിയെ അത്രയും പ്രാധാന്യം കൊടുത്തുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്ന് ഏകദേശം 85ഓളം ടീമുകൾ, 480ഓളം കലാകാരന്മാരെ ഭഗവതിയുടെ ക്ഷേത്രാങ്കണത്തിൽ ഒരുക്കിയിട്ടുള്ള സരസ്വതി മണ്ഡപത്തിൽ തങ്ങളുടെ കലകൾ ദേവിക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിലും ഇതുപോലെ നമുക്ക് ഇത്രയും ടീമുകൾ പങ്കെടുത്തിരുന്നു. പിന്നെ ഈ വർഷത്തെ ഒരു നമ്മുടെ നവരാത്രി കമ്മിറ്റി ചെയ്യുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ കുറേ പെയ്ഡ് പ്രോഗ്രാംസ് മറ്റുള്ള ടീമുകളെ പല ഭാഗങ്ങളിൽ നിന്നും പൈസ കൊടുത്ത് കൊണ്ടുവന്ന് നമ്മുടെ വേദിയിൽ നല്ല പ്രോഗ്രാമുകൾ ചെയ്യിപ്പിച്ചിരുന്നു. അതിൽ നിന്നും വ്യത്യസ്തമായി ഈ വർഷം അപ്പോൾ അത്തരത്തിൽ വെറുതെ ഒരു സാമ്പത്തികമായിട്ടൊരു ബാധ്യത ഉണ്ടാക്കുന്നതിലുപരി നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ചിലവാക്കുന്ന ഒരു പൈസയ്ക്ക് ഒരു മൂല്യം വേണം എന്നുള്ള കമ്മിറ്റിയുടെ കൂട്ടായ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്ഷേത്രകലകളിൽ കഴിഞ്ഞ കാലങ്ങളിൽ പ്രാഗൽഭ്യം തെളിയിച്ച അല്ലെങ്കിൽ വളരെ വർഷങ്ങളായി ക്ഷേത്രകലകൾ ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന കലാകാരന്മാരെ തിരഞ്ഞെടുത്ത് അതിൽ നിന്നും ഒരാൾക്ക് നമ്മൾ പുതിയ ഒരു സംരംഭമായിക്കൊണ്ട് ശ്രീ ചിനക്കത്തൂർ നവരാത്രി പുരസ്കാരം എന്ന നാമകരണം ചെയ്ത ഒരു അവാർഡ് അല്ലെങ്കിൽ നമ്മളൊരു പുരസ്കാരം അവർക്ക് സമർപ്പിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. ചിനക്കത്തൂർ നവരാത്രി ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് KG ബാബു പ്രസാദ്, സെക്രട്ടറി AV ഹരിദാസൻ, പ്രോഗ്രാം കോർഡിനേറ്റർ A ഹരീഷ്, ഉപദേശക സമിതി അംഗം K വേണുഗോപാൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടെത്തുമെന്നറിഞ്ഞ് MLA ഓഫീസ് ഉപരോധിച്ച BJP പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഓഫീസ് പോലീസ് കാവലിൽ. മഹിളാ മോർച്ച സംസ്ഥാന ശില്പശാലയ്ക്ക് ഷൊർണൂർ കൊളപ്പുള്ളിയിൽ തുടക്കം. ശില്പശാല സംഘടനാ പ്രവർത്തനം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ. കലുങ്ക് സംവാദം വക്രീകരിക്കാൻ ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്ന ആരോപണവുമായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി.
10 കോടി രൂപ ചെലവിൽ ഒറ്റപ്പാലം സർക്കാർ ഭദ്രവിദ്യാലയത്തിൽ ഇൻഡോർ സ്റ്റേഡിയം നിർമ്മിക്കുമെന്ന് കെ പ്രേംകുമാർ MLA. സ്പെഷ്യൽ വിദ്യാലയങ്ങളെ ഉയർച്ചയിലേക്ക് നയിക്കേണ്ടത് സമൂഹത്തിന്റെ ബാധ്യത. പാലക്കാട് റവന്യൂ ജില്ലാ സ്പെഷ്യൽ സ്കൂൾ കലോത്സവം പത്തിരിപ്പാലയിൽ. അധ്യാപകർക്ക് കേട്ടേറ്റ് നിർബന്ധമാക്കിയ സുപ്രീം കോടതി ഉത്തരവിനെ തുടർന്നുണ്ടായ പ്രതിസന്ധി മറികടക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന് KSTA. പാലക്കാട് DEO ഓഫീസിലേക്ക് അധ്യാപകരുടെ മാർച്ചും ധർണയും. കേരളത്തിനെതിരെ സാമ്പത്തിക ഉപരോധം തുടരുന്ന കേന്ദ്ര സർക്കാർ വിദ്യാഭ്യാസ മേഖല വരുതിയിലാക്കാനുള്ള ശ്രമത്തിലാണെന്ന് KSTA നേതാവ് MR മഹേഷ് കുമാർ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.